Good morning, all of you. Today, we are going to discuss the introductory part of the first unit of class 11th. The unit name is Glimpses of Greatness. This unit starts with a description of an event in Abraham Lincoln's life. Let's move on to Abe's first speech. First, let me read. Abe made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. അപ്പോൾ ഇന്ന് നമ്മൾ +1 ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എബ്രഹാം ലിങ്കൻ്റെ ലൈഫിലുള്ള ഒരു എക്സ്ട്രാക്റ്റിൽ നിന്നാണ്. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്, എയ്ബിൻ്റെ ആദ്യത്തെ പ്രസംഗം. എങ്ങനെയാണ് അദ്ദേഹം, നമുക്കറിയാം വളരെ പ്രശസ്തമാണ്, ഒരുപാട് പ്രശസ്തമായ വരികളുണ്ട്, സ്പീച്ചുകളുണ്ട് എബ്രഹാം ലിങ്കൻ്റേതായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രസംഗിച്ചത്, അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന ഈ ഒരു എക്സ്ട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ നോക്കാം. എയ്ബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്. ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ് എയ്ബ് എന്ന് വെച്ചാൽ എ പെറ്റ് നെയിം ഫോർ എബ്രഹാം. അദ്ദേഹം ആദ്യമായിട്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ കുട്ടിയായിരുന്നു. ഹി വാസ് ഗോയിങ് ബെയർഫുട്ട് മീൻസ് നഗ്നപാദൻ, വിതൗട്ട് ചപ്പൽസ്, ചെരുപ്പില്ലാതെ നടക്കുന്ന ഒരു സമയത്താണ്. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധരിച്ചിരുന്ന ട്രൗസേഴ്സ് ദേ വർ ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ മീൻസ് ആൻ എലാസ്റ്റിക് സ്ട്രാപ്പ്, ഒരു വള്ളി, ട്രൗസർ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി, നമ്മൾ വള്ളി നിക്കറൊക്കെ പറയുമല്ലോ, ആ ഒരു പ്രായത്തിലാണ് എബ്രഹാം ലിങ്കൺ ആദ്യമായിട്ട് പ്രസംഗം നടത്തിയത്. അതിന് അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രൂപത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുന്നത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അദ്ദേഹത്തിൻ്റെ ഷോക്ക് ഓഫ് ഹെയർ, നീണ്ട തലമുടി, അതായത് മാസ് ഓഫ് ഹെയർ, തിക്ക് മാസ് ഓഫ് ഹെയറിനാണ് ഷോക്ക് ഓഫ് ഹെയർ എന്ന് പറയാം. കുറേ മുടിയൊക്കെ എങ്ങനെയുള്ളതാണ്, അദ്ദേഹത്തിന് വില കുറഞ്ഞൊരു സ്ട്രോ ഹാറ്റാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്, ഒരു വൈക്കോല് കൊണ്ടുള്ള ഒരു ചെറിയൊരു തൊപ്പി. ആ തൊപ്പിക്ക് ഹോളുണ്ട്, ആ ഹോളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുടി. ഇതാണ് ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ രൂപം. എയ്ബ് in company with his rail-splitting companion Dennis Hanks attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms wildly. ഇനി നോക്കാം നമുക്ക്. Abe in company with his rail-splitting companion. Rail splitting എന്ന് വെച്ചാൽ Abraham Lincoln is often seen with an axe and splitting logs to make rail fences. Fence means വേലി. അപ്പം ഇങ്ങനെ വേലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റെയിൽ ഫെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ വടി ഇങ്ങനെ മുറിച്ചുണ്ടാക്കി എപ്പോഴും ഒരു മഴുവൊക്കെ ആയിട്ടാണ് അദ്ദേഹം നടക്കുക ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതിന് അദ്ദേഹത്തിനൊരു കമ്പാനിയൻ ഉണ്ടായിരുന്നു. ഈ റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് എബ്രഹാം ലിങ്കൻ്റെ കൂടെ എപ്പോഴും ഒരു കമ്പാനിയൻ ഉണ്ടാവും. ആൻഡ് ഹിസ് നെയിം ഇസ് ഡെനിസ് ഹാങ്ക്സ്. One day they were walking and they could attend a political meeting which was addressed by a typical stump speaker. അപ്പോൾ അവരിങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ അവരൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് കണ്ടു. ആ പൊളിറ്റിക്കൽ മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഒരു സ്റ്റംപ് സ്പീക്കറാണ്. സ്റ്റംപ് സ്പീക്കർ എന്ന് വെച്ചാൽ it was a speech addressed to the general public during a political or social campaign where political candidates stood upon tree stumps. അപ്പോൾ സാധാരണ നമ്മൾ തെരുവിലൊക്കെ കാണുന്നൊരു പ്രസംഗമാണ് സ്റ്റംപ് സ്പീച്ച് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഒക്കെ ഇടയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രസംഗിക്കുന്ന ആൾ ഒരു സ്റ്റമ്പിൻ്റെ മുകളിലാണ് കയറി നിൽക്കുക, എന്നിട്ടാണ് അയാൾ സംസാരിക്കുക. അപ്പോൾ അതുപോലെ ഒരു സ്റ്റംപ് സ്പീക്കറുടെ സംസാരം ഡെന്നിസ് ഹാങ്ക്സും എബ്രഹാം ലിങ്കണും കേൾക്കുന്നു. ഇനി സ്റ്റംപ് സ്പീക്കർ എങ്ങനെയുള്ള ആളായിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും തരുന്നുണ്ട്. ഹി വാസ് ലൗഡ് വോയിസ്ഡ് ഫെലോസ്, നല്ല ശബ്ദമുള്ള ഒരാളായിരുന്നു. ഹി ഷൗട്ടഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ മാക്സിമം ശബ്ദത്തിൽ അദ്ദേഹം ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈൽഡ്ലി, അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ നല്ലോണം
ആംഗ്യമൊക്കെ കാണിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. At the conclusion of the speech, which didn't meet the views either of Abe or Dennis, the latter declared that Abe could make a better speech than that. അങ്ങനെ സ്റ്റംപ് സ്പീക്കറുടെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും റിയലൈസ് ചെയ്തൊരു കാര്യം, ഡെന്നിസ് ഹാങ്ക്സും എബ്രഹാം ലിങ്കണും ഒരു കാര്യം റിയലൈസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, ദ പോയിന്റ് ഓഫ് ദിസ് സ്റ്റംപ് സ്പീക്കർ ഡസൻറ്റ് മാച്ച് വിത്ത് ദർ പോയിന്റ്സ്. ഡെന്നിസ് ഹാങ്ക്സിൻ്റെയും എബ്രഹാം ലിങ്കണിൻ്റെയും അഭിപ്രായത്തോട് യോജിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല സ്റ്റംപ് സ്പീക്കർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഡെന്നിസ് ഹാങ്ക്സ് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, മൈ ഫ്രണ്ട് എയ്ബ്, ദാറ്റ് ഈസ് മൈ ഫ്രണ്ട് എബ്രഹാം ലിങ്കൺ ക്യാൻ സ്പീക്ക് ബെറ്റർ ദാൻ ദിസ്. ഈ സ്റ്റംപ് സ്പീക്കർ പറഞ്ഞതിനേക്കാളും വളരെ മനോഹരമായി എൻ്റെ ഫ്രണ്ട് എയ്ബിന് പറയാൻ പറ്റുമെന്ന് ഡെന്നിസ് ഹാങ്ക്സ് പറഞ്ഞു. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. എന്നിട്ട് ഡെന്നിസ് ഹാങ്ക്സ് ഒരു ഗുഡ്സ് ബോക്സ് എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് എയ്ബിനോട് പറഞ്ഞു, ഈ ക്യാമ്പയിൻ ഒറേറ്റർ പറഞ്ഞതിന് ഒരു മറുപടി കൊടുക്കൂ. ഒറേറ്റർ മീൻസ് പ്രാസംഗികൻ. ലിറ്റിൽ എയ്ബ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. കേട്ട ഉടനെ തന്നെ എയ്ബ് അദ്ദേഹത്തിൻ്റെ തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്നു. And mounting the dry goods box delivered a speech which held the attention of the crowd. എന്നിട്ട് ഭയങ്കരമായിട്ടൊരു പ്രസംഗം അവിടെ നടത്തി. ആൻഡ് ഹി കുഡ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ പ്രസംഗത്തിലൂടെ. ആൻഡ് വൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്. എല്ലാവരും ചുറ്റും കൂടിയിരുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. സ്റ്റംപ് സ്പീക്കർ പോലും പറഞ്ഞു, വാട്ട് എയ്ബ് സെഡ് വാസ് ഫൈൻ. എയ്ബ് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്, വളരെ ഫൈനായിട്ടുള്ളൊരു സ്പീച്ചായിരുന്നു എന്ന് ആ സ്റ്റംപ് സ്പീക്കർ പോലും അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ എയ്ബ് മുന്നോട്ട് വെച്ച എല്ലാ പോയിന്റുകൾക്കും മറുപടി കൊടുക്കുകയും ചെയ്തു. ഡെന്നിസ് ഹാങ്ക്സ്, who thought Abe was the greatest man who ever lived, was delighted, and he often spoke of how young Abe got the better of the trained campaign speaker. ഡെന്നിസ് ഹാങ്ക്സ് അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്? എയ്ബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഹൂ എവർ ലിവ്ഡ്. അന്നോളം ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾ എയ്ബ് ആണെന്നാണ് ഡെന്നിസ് ഹാങ്ക്സ് വിശ്വസിച്ചത്. ആൻഡ് ഹി വാസ് വെരി മച്ച് ഡിലൈറ്റഡ്. അയാൾക്ക് വളരെയധികം സന്തോഷവും തോന്നി. And he often spoke of how young Abe got the better of the trained campaign speaker. പിന്നീട് അദ്ദേഹം പലപ്പോഴും ആ ട്രെയിൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒറേറ്ററുടെ സംസാരത്തെക്കാളും എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ഫ്രണ്ട് അന്ന് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് പറയുമായിരുന്നു.